ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ വിധി അല്പസമയത്തിനകം. പ്രതി ഹമീദിനെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾ കുറ്റക്കാരനെന്ന് തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2022 മാർച്ച് 19-നാണ് ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നത്. സ്വത്തിനു വേണ്ടിയാണ് ഹമീദ് മകനെയും ഭാര്യയെയും പേരക്കുട്ടികളെയും തീകൊളുത്തി കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് PS സാഗർ ചേരുന്നുണ്ട്. സാഗർ, ഈ കേസിന്റെ ഒരു പശ്ചാത്തലമാണ് ഏറെ ഞെട്ടലുളവാക്കിയത്. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും കുടുംബാംഗങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ പിതാവ്. കഴിഞ്ഞ ദിവസം ഇയാളെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. എന്താണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? അല്പസമയത്തിനകം കേസിൽ വിധി വരും. പരമാവധി ശിക്ഷ വേണമെന്നൊരാവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടോ സാഗർ? ടോം, തീർച്ചയായും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് പരമാവധി ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണമെന്നുള്ളതാണ്. അല്പസമയത്തിനകം, അതായത് 3 മണിക്ക് ശിക്ഷ വിധിക്കുമെന്നാണ് കോടതി ഇന്ന് രാവിലെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ കോടതി ഈ നടപടിക്രമങ്ങൾ മാറ്റിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് 3 മണിയിലേക്ക് സമയത്തേക്ക് ഇത് വെച്ചിരിക്കുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് തൊടുപുഴയ്ക്കടുത്ത് ചീനിക്കുഴിയിൽ ഈ പിതാവ് മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. പ്രതിയായ പിതാവ് ഹമീദ് നടത്തിയ ആസൂത്രണവും ഹമീദിന്റെ അടങ്ങാത്ത പകയുമാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. 2022 മാർച്ച് 19-നാണ് ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. ഹമീദിന്റെ മകനായ ഫൈസൽ മുഹമ്മദും ഫൈസലിന്റെ ഭാര്യയും 16ഉം 11ഉം വയസ്സുള്ള 2 കുട്ടികളെയാണ് ഈ പിതാവായ ഹമീദ് ഉറങ്ങിക്കിടന്നിരുന്ന മുറിക്ക് പുറത്തു നിന്നും പൂട്ടിയതിനു ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഈ ആദ്യം തന്നെ ഇവർ മക്കൾ ഉറങ്ങിക്കിടന്നിരുന്ന മുറി പുറത്തു നിന്നും ഇയാൾ പൂട്ടി. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇവരുടെ മുറിയിലേക്ക് തിരിയിട്ട് കത്തിച്ച പെട്രോൾ കുപ്പികൾ വലിച്ചെറിയുകയായിരുന്നു. വീടിന്റെ ഒരു വശത്തുള്ള മുറിയിലാണ് ഈ ഫൈസലും കുടുംബവും കിടന്ന് ഉറങ്ങിയിരുന്നത്. രാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ഹമീദ് ആദ്യം ചെയ്തത് വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്കുള്ള കുടിവെള്ള ടാങ്കിലെ വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ടു. മോട്ടോറിലേക്കുള്ള വൈദ്യുതിയും പൈപ്പ് കണക്ഷനുകളും പൂർണ്ണമായും ഇയാൾ മുറിച്ചു മാറ്റി. കാരണം ഈ തന്റെ അടങ്ങാത്തൊരു പകയാണ് ഇതിന് പിന്നിലെന്ന് വേണം ഈ കാരണങ്ങളെല്ലാം വെച്ച് തന്നെ മനസ്സിലാക്കുവാൻ. അതായത് തന്റെ ഇരകൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് കരുതിയാണ് ഹമീദ് ഈ മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിയതെന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഈ മകനും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബം അകത്ത് വെന്തുരുകുമ്പോൾ ഹമീദ് പുറത്തുനിന്ന് ഇവരുടെ മരണം ഉറപ്പിക്കുന്ന രീതിയിൽ വീണ്ടും പെട്രോൾ കുപ്പികൾ വീടിനകത്തേക്ക് ജനൽ വഴി വലിച്ചെറിയുന്നത് തുടർന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. പ്രതിയായ ഹമീദിനെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഹമീദിന്റെ ഇളയ മകനായിരുന്നു ഫൈസൽ. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ഹമീദും മക്കളുമായി കോടതിയിലും ട്രിബ്യൂണലിലും അടക്കം നിലനിന്നിരുന്നു. എന്നാൽ ഈ കോടതിയിൽ നിന്നും ട്രിബ്യൂണലിൽ നിന്നും വിധികളെല്ലാം ഹമീദിന് എതിരായിരുന്നു. ഇതിനൊടുവിലാണ് ഹമീദ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്നാണ് പോലീസ് അന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നതും. ഈ ഹമീദ് ഇഷ്ടദാനമായി ഫൈസലിന് നൽകിയ തറവാട് വീട് തിരികെ നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഈ ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം ഇയാൾക്ക് കിട്ടുന്നില്ലെന്നുള്ള അടക്കം വ്യാപക പരാതി ഇയാൾ ഉയർത്തിയിരുന്നു. ഇത് സംബന്ധിച്ചും പോലീസ് സ്റ്റേഷനിൽ പരാതി ഇയാൾ നൽകിയിരുന്നു. ഇതിനെല്ലാം പുറകിലായാണ് പിന്നീടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകം അരങ്ങേറിയത്. ഈ കൊലപാതകം നടത്തി അന്ന് തന്നെ പോലീസ് ഹമീദിനെ പിടികൂടി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം അന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ ഇളയ മകൻ അന്ന് പുതിയതായി ഒരു വീട് നിർമ്മിച്ചിരുന്നു. ഈ വീട്ടിലേക്ക് മാറുവാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു ഈ പിതാവ് തന്നെ ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയത്. എന്തായാലും നിർണായക സാക്ഷിമൊഴികൾക്കും സാഹചര്യ തെളിവുകൾക്കും പുറമെ ഈ പ്രതി കുറ്റം സമ്മതിക്കുകകൂടി ചെയ്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ വിധിയാണ് അല്പസമയത്തിന് ശേഷം ഉണ്ടാവുക. ടോം, തീർച്ചയായും എന്തായാലും ഈ ഹമീദിന്റെ മകനും മകന്റെ ഭാര്യയും പേരക്കുട്ടികളും ജീവനോടെ ഇല്ല. പക്ഷേ മറ്റേതെങ്കിലും ബന്ധുക്കൾ കോടതിയിലെത്തിയിട്ടുണ്ടോ? ഈ വിധി കേൾക്കാനായി കോടതിയിലെത്തിയിട്ടുണ്ടോ? ഇതുവരെയും ഹമീദിന്റെ ബന്ധുക്കൾ ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹമീദിന് ഒരു മൂത്ത മകൻ കൂടിയുണ്ട്. ഈ മൂത്ത മകൻ ഈ കൊലപാതകം നടന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പിതാവ് പുറത്തിറങ്ങിയാൽ തന്നെയും വധിക്കുമെന്ന ഭയമുണ്ടെന്ന് മൂത്ത മകൻ പോലീസിൽ അന്ന് പരാതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹമീദിന്റെ ബന്ധുക്കൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. 3 മണിയോടുകൂടി വിധി പറയുമ്പോൾ ഈ അറസ്റ്റിലായ ശേഷം ഈ ഹമീദ് അറസ്റ്റിലായ ശേഷം ഇതുവരെ ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് 28-ാം തീയതി ഈ വിധി പറയുന്നത് 3 മണിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലടക്കം ഇയാൾ ഈ കേസിന് സമീപിച്ചു. പുറത്തേക്ക് ഇറങ്ങുവാനുള്ള
ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഹൈക്കോടതി അടക്കം സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പൊ എത്രയും വേഗം തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് 3 മണിക്ക് ഈ വിധി പ്രസ്താവിക്കുന്നത്. തൊടുപുഴ 1-ാം ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. എന്തായാലും ഈ ഹമീദിന്റെ ബന്ധുക്കൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്പസമയത്തിന് ശേഷം തന്നെ വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ടോം, അങ്ങേയറ്റം ക്രൂരമായ മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു നടപടിയായിരുന്നു ആ പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വന്തം മകനെയും മകൻ്റെ ഭാര്യയും പേരക്കുട്ടികളെയും സ്വത്തിനു വേണ്ടി കൊലപ്പെടുത്തിയ ഹമീദിൻ്റെ ക്രൂരത ഒരു നാടിനെ മുഴുവൻ നടുക്കിയതാണ്. ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും. പ്രതിയെ തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്.